നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. പല തവണയും പലതും സുവർണ അവസരങ്ങളാണെന്ന് പറഞ്ഞ ട്രോളുകൾ അടക്കം കണ്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഇതിന്റെ ഒരു അനുഭവത്തിൽ നിന്നും ചിന്തയിൽ നിന്നും തോന്നിയത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സുവർണ അവസരത്തിലൂടെയാണ് കേരളത്തിന് കൈവന്ന നിരവധി സുവർണ അവസരങ്ങൾ. നമ്മുടെ കൈവന്നിട്ട് വിട്ടുകളഞ്ഞ നിരവധി സുവർണ അവസരങ്ങളിൽ വളരെ പ്രസക്തമായ ഒന്നാണ് ഇത്. എങ്ങനെയെന്നാൽ ഇത് നമുക്ക് അപ്രതീക്ഷിതമായ ലീഡ് കിട്ടിയതാണ്. കാരണം കേരളം പൊതുവെ ഈ നാട്ടിനെ ഓർക്കണ്ടേ, ഈ നാട്ടിൽ നടക്കുമോ, ഇത് നാട് വേറെയാണ് എന്നൊക്കെയുള്ള ആഖ്യാനങ്ങളും പരിപ്രേക്ഷങ്ങളും ഇങ്ങനെ എന്താ എണ്ണമില്ലാതെ ഇളക്കി വിട്ട് അതിനെ കൂലിയെഴുത്തുകാരും കൂലി പിന്താങ്ങലുകാരും അവിടെ ബുദ്ധിജീവികളും അവിടെ മതേതരവാദികളും ഒക്കെ ചേർന്ന് ഇതിനെ ഇങ്ങനെ വളരെ പൊലിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം കേരളമാണ്. തർക്കമില്ല. പിന്നെ പറഞ്ഞത് ഈ വിഷയം അത് കേരളത്തിലെ ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ പാരമ്പര്യം, ഇഷ്ടിപ്രോക്തമായ മഹത്തായ നമ്മുടെ ദർശനങ്ങൾ, നമ്മുടെ ഇതിഹാസങ്ങൾ, എങ്ങനെ നാഷണൽ ഉണ്ടാവുന്നു, മറ്റ് രാഷ്ട്രങ്ങളും ഭാരതമായിട്ടുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെ നമ്മുടെ സംസ്കാരം രൂപപ്പെട്ടു, എങ്ങനെ നമുക്ക് ഭൂമിയും മാതൃഭൂമിയൊക്കെ അമ്മയാകുന്നു, ദേവതയാകുന്നു, അതിനെ എന്തിനു പൂജിക്കണം, എങ്ങനെ തുടങ്ങി നമുക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സജീവമായി പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനും പറ്റിയ ഒരു സുവർണ അവസരം തന്നെയായിരുന്നില്ലേ നമുക്കിപ്പോ കിട്ടിയത്. ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. സ്വാമി വിവേകാനന്ദൻ നമുക്ക് രേഖപ്പെടുത്തിയ ചരിത്രം അതുപോലെ പറയുന്നതല്ലേ നല്ലത്. സ്വാമി പറഞ്ഞു 50 കൊല്ലത്തേക്ക് ഇത് മാത്രമായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം, മഹിതമായ ഭാരതമാതാവ്. അപ്പൊ ഭാരതമാതാവ് എന്ന് പറഞ്ഞ സങ്കല്പം കൊണ്ടുവന്നത് ഇവരെല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന, ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഇലക്ഷൻ നിൽക്കുമ്പോൾ RSR പടിഞ്ഞ വിവേകാനന്ദ സ്മാരകത്തിലെ പ്രതിമയ്ക്ക് മുന്നിൽ പോയിട്ട് ഉത്പാദനം നടത്തിയിട്ടാണ് കളക്കറ്റി കൊണ്ടുവന്ന പത്രിക കൊടുക്കുന്നത്, നാമനിർദ്ദേശ പത്രിക. ആർക്കും വിവേകാനന്ദനെ കുറിച്ച് സംശയമൊന്നുമില്ല, അദ്ദേഹം ആദരിക്കേണ്ട വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ. സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത്, അക്കാലം അത്രയും നമുക്ക് മറ്റീശ്വരന്മാരെ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി മറയട്ടെ, ഉണർന്നിരിപ്പുള്ള ഒരേ ഒരു ഈശ്വരൻ ഇത് മാത്രം, ആരാ? ഭാരതാംബ. അപ്പോൾ ഭാരതത്തെ മുഴുവൻ ഉയർത്താൻ നിങ്ങൾക്ക് കഴിയും. ഇനി കുറെ കാര്യങ്ങൾ സ്വാമി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അപ്പോൾ ഭൂമുഖത്തുള്ള ഓരോ രാജ്യത്തേക്കും നാം പോകും. ഭാരതം ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആശയങ്ങൾ ലോകത്തിലെ ഓരോ ജനതയെയും രൂപപ്പെടുത്തുന്ന പല ശക്തികളിൽ ഒന്നായി അചിരേണം മാറും. അത് ജീവനില്ലാത്തൊരു രാജ്യത്തിന് അതുണ്ടാവില്ല. ഭാരതം മറ്റ് രാഷ്ട്രങ്ങളെ പോലെ, രാഷ്ട്രം എന്ന കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പരമേശ്വരി പലപ്പോഴും സംസാരിക്കുന്നത്. കാര്യം യൂറോപ്പിലുള്ള മിക്കവാറും രാഷ്ട്രങ്ങളുടെ പേരുകളും അതിരുകളും നോക്കിക്കാണുന്ന സമയത്തിനുള്ളിൽ മാറി മതി. കാര്യം യൂറോപ്പിനാകെ ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രം, അത് രാഷ്ട്രത്തെ നിലനിർത്തുന്നത് അതിന്റെ സംസ്കാരമാണ്. അതിന്റെ യാതൊരു ആവശ്യവും പ്രത്യേകിച്ച് അതിന്റെ യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള റഷ്യ ഇപ്പോഴില്ല, ജർമ്മനി വന്നു, ഇങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട്. പിന്നെ ചെക്കോസ്ലോവാക്യക്ക് എത്രയോ കഷ്ണങ്ങളായി, ചെക്കോസ്ലോവാക്യ ഇല്ല, യുഗോസ്ലോവാക്യ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അവർക്കൊരു രാഷ്ട്രം എന്ന നിലയ്ക്ക്, രാജ്യം എന്ന നിലയ്ക്ക് പേരൊക്കെ നഷ്ടപ്പെട്ടാലും മറ്റൊന്നിന്റെ ഭാഗമായാലും അതുകൊണ്ട് യാതൊരു വിഷയവുമില്ല. അങ്ങനെ അതിപുരാതനമായ ഒരു സംസ്കാരത്തിൽ നിന്നും നമ്മുടെ നാട് രൂപപ്പെട്ട് അതിന് ഭാരതം എന്ന പേര് വന്ന് ഇന്നും പ്രസക്തമായിരിക്കുന്ന ഭാരതം എന്ന പേര് തന്നെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. തെളിവ് തന്നെ ഇല്ല അതിന് എന്നും പറയുന്ന, ഇത് നമ്മളെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഭാരത ചക്രവർത്തിയുടെ പേരിലാണ്. ആലോചിച്ചിട്ട് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു നൈരന്തര്യം, അതൊരു ചെറിയ കാര്യമില്ല. ഒരു രാജ്യത്തിനും ഉണ്ടാവില്ല. കാര്യം ഗ്രീക്കുണ്ട്, പിന്നെ അതുപോലെ പല പല സംസ്കാരങ്ങൾ, റോമ സംസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ റോം എന്ന പേരല്ലാതെ അന്നത്തെ പോലെ ഒന്നിന്റെയും പേരിൽ ഇന്നത്തെ ഇറ്റലി അറിയപ്പെടുന്നില്ല. റോമ സാമ്രാജ്യം തന്നെ ഇല്ല. ഇന്ന് റോം ഉൾപ്പെടുന്നത് ഇറ്റലി എന്ന രാജ്യമാണ്. അതുപോലെ ഈ അമ്മ എന്ന സങ്കല്പത്തിൽ അടുത്തു പറയാനുള്ള കാര്യം, നമ്മളെ ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു സംഗതി വന്ദേ മാതരമാണ്. വന്ദേ മാതരം എന്ന് പറഞ്ഞാല് അമ്മയെ പ്രണമിക്കുന്നു,
അമ്മയെ വന്ദിക്കുന്നു, അമ്മയെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് RSS കൊണ്ടുവന്നതല്ല. നമ്മുടെ മന്ത്രിമാര് പറഞ്ഞതുപോലെ ഇത് RSS ഉണ്ടാകുന്നതിന് മുമ്പേ ഭാരതത്തിനാകെ ഇളക്കി മറിച്ച, രാജ്യം മുഴുവൻ കടലായി അലയടിച്ച മുദ്രാവാക്യമാണ്. അടുത്ത് സനാതന ധർമ്മം തന്നെ ദേശീയത എന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വപ്രസിദ്ധമായ പ്രസംഗത്തിൽ മഹർഷി അരവിന്ദൻ പറയുന്നു, സനാതന ധർമ്മം തന്നെ ദേശീയത അഥവാ ദേശീയത്വം രാഷ്ട്രീയമല്ല, പകരം അതൊരു മതമാണ്, തത്വസംഹിതയാണ്, വിശ്വാസമാണ്, അത് സനാതന ധർമ്മമാണ്. ഈ ഹിന്ദു രാഷ്ട്രം സനാതന ധർമ്മത്തോടു കൂടിയാണ് രൂപം കൊണ്ടത്. സനാതന ധർമ്മത്തോട് രൂപം കൊണ്ട ഹിന്ദു രാഷ്ട്രത്തിലെ സനാതന ധർമ്മത്തിന്റെ മഹത്തായ ഒരു ഭാവവുമാണ് മാതൃഭൂമി, മാതൃദേവത, ഭാരതാംബ എന്ന സങ്കല്പം. അത് ഇന്നോ ഇന്നലെയോ ആരും അവരുടെ എന്തെങ്കിലും ബിസിനസിന് വേണ്ടി അടിച്ചേൽപ്പിച്ച ഒരു സംഗതിയേ അല്ല. ഇനി അതിനു മുന്നേ 1547 മുതൽ 1640 വരെ ജീവിച്ചിരിക്കുകയും 1600 മുമ്പ് രചിച്ചു എന്ന് കരുതുന്ന ജ്ഞാനപ്പാനയിൽ ഭാരത മഹിമ പറയുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് സാമൂതിരിയുടെ മഹിമയല്ല പറഞ്ഞത്. അന്ന് ഇവിടെ നിരവധി നാട്ടുരാജ്യങ്ങളും പ്രത്യേകം ചുങ്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാ. തിരുവിതാംകൂറിലേക്ക് വരണമെങ്കിൽ, അതിന്റെ ഇപ്പുറത്ത് കൊച്ചി രാജ്യത്തേക്ക് വരണമെങ്കിലും ഒക്കെ പ്രത്യേക തീരുവകളും കാര്യങ്ങളും ചെക്ക് പോസ്റ്റുകളൊക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എഴുതിയത് കോഴിക്കോട് സാമൂതിരി മഹത്വമല്ല, സാമൂതിരി രാജാവിന്റെ മഹത്വമല്ല, ഭാരത മഹിമയാണ്. ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ജ്ഞാനപ്പാന സ്ഥിരമായി കേൾക്കുന്നതാണ്. നമ്മൾ വെച്ച് കേട്ടില്ലെങ്കിലും അമ്പലങ്ങളിലും പരിസരത്തൊക്കെ കേൾക്കും. ഭാരത മഹിമ എന്ന ഭാഗം വളരെ പ്രശസ്തമാണ്. ഏറ്റവും കുറഞ്ഞ 400 കൊല്ലം മുമ്പ് ആണ് ജ്ഞാനപ്പാന. ഒരു സമ്പൂർണ്ണ രാഷ്ട്രത്തിൽ അനേക നൂറ്റാണ്ടുകളിലെ തപശ്ചര്യയുടെയും ത്യാഗത്തിന്റെയും അനുഭൂതികളുടെയും വിജ്ഞാനധാരയുടെയും പറ്റാത്ത ഉറവിടങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. ഭാരതം ഒരു രാജ്യത്തിന് ഏറെ പ്രസക്തം എന്ന് പരമേശ്വരൻ പറഞ്ഞതാണ്. ഭാരതമാതാവ് എന്ന സങ്കല്പവും ഈ അനാദികാലമായി നമ്മുടെ സംസ്കാരത്തിന്റെ ഉറവ പറ്റാത്ത ധാരയിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സങ്കല്പമാണ്. ഇനി നമുക്ക് പറയേണ്ടി വന്ന ഇപ്പോ ഇതൊരു വിവാദമാകാനുള്ള കാരണം വയറ്റിപ്പഴപ്പാണ്. അപ്പൊ ഇതിനോടൊന്നും സത്യത്തിൽ ഒരാൾക്കും ഒരു വിരോധമൊന്നുമില്ല. ഇതൊക്കെ പറയുന്നതിന് മടിയുമില്ല. കാര്യം ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു പ്രധാന പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ ഓരോ ദിവസവും RSSനെയോ ഹിന്ദുത്വത്തിനെയോ സനാതന ധർമ്മത്തിനെയോ ഭാരതീയതയോ ഒക്കെ കണക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും കൈയടി വാങ്ങാം, എന്റെ ചോറും കൂറും പ്രഖ്യാപിക്കാം, എനിക്ക് കുറച്ചു കാലം കൂടി ഈ നാടിനെ ദ്രോഹിച്ച് ഇവിടെ ജീവിക്കാം, അധികാരത്തിലിരിക്കാം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് അതേ ലക്ഷ്യമായി നടക്കുന്നവർക്ക് കിട്ടുന്ന പിടിവള്ളികളാണ്. ഇനി അടുത്ത അതിലേക്ക് വരുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം, ഇത് ഒരു RSSകാരനും ഒന്നും പറഞ്ഞതല്ല. വലിയ മതേതരവാദി എന്ന് എല്ലാവരും കൊണ്ടാടുന്ന ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രസിഡന്റ് ആയിരുന്ന സ്വാമിജി പറഞ്ഞ ഒരു അതിപ്രശസ്തമായ വീക്ഷണമാണ് സ്വാമിജിയുടെ. ഇസ്ലാം ഏറ്റവും ശക്തമായ രീതിയിൽ ഇന്ത്യയിലെത്തിയത് വിവരം കെട്ട മതഭ്രാന്തരിലൂടെയും വിജേതാക്കളായ സൈനിക മേധാവികളിലൂടെയുമായിരുന്നു. അത് ഹിന്ദു മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പും ദ്വേഷവും ഉളവാക്കി. സംസ്കാരങ്ങൾ തമ്മിലുള്ള സമ്പർക്കം കട്ടിയേറിയ ഫലങ്ങൾ സൃഷ്ടിച്ച ചരിത്രത്തിലെ ദുഃഖകരമായ അധ്യായമായി അവശേഷിക്കുന്നു. ആ കയ്യേറ്റത്തിന്റെ ദുഃഖകരമായ അധ്യായത്തിന്റെ പലതരത്തിലുള്ള തുടർച്ചകളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾ. കാരണം എന്താ? ഈ ഈ കാവ്യ പതാകയെ അംഗീകരിക്കില്ല, ഈ ഭാരതാംബയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ സന്തോഷം ഉണ്ടാവുക? ഒരേ ഒരു മൂർത്തിയല്ല, ഒരേ ഒരു ആരാധ്യനല്ലാതെ വേറെ ആരും ഇല്ല, വേറെ ആരും മന്ദനീയരല്ല എന്ന് പറയുന്നവർക്കാണ് ഏറ്റവും സന്തോഷം ഉണ്ടാവുക. അപ്പോ ഈ സന്തോഷം സാധിക്കാൻ വേണ്ടിയാണ് ഇവര് ഇത് സ്ഥിരമായി ഇങ്ങനെ കാണിക്കുന്നത്. ഈ പറയുമ്പോൾ തന്നെ അവർക്ക് ചിരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നല്ലൊരു സംഗതി ഒത്തുകിട്ടി. പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹാക്കന്മാരോടൊക്കെ പിന്നെ സംസാരിക്കുമ്പോൾ അവരിതൊന്നും ഒട്ടും സീരിയസ് അല്ല എന്നാണ്. അത് പ്രസംഗിച്ചിട്ട് പോകുന്നതും. ഈയിടയ്ക്ക് ഞാൻ ഉരുട്ടമ്പലത്തേക്ക് അവിടെ ഒരാൾ പ്രസംഗിക്കുന്നു ഈ സകല നവോത്ഥാന കാര്യങ്ങളും. കാര്യം മിക്കവാറും എല്ലാ നവോത്ഥാന പ്രക്രിയകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതിന് മുമ്പേ കേരളത്തിൽ നടന്നു കഴിഞ്ഞു. ഇങ്ങനെ പ്രസംഗിക്കുക, അങ്ങനെ മുറിച്ചു കൊണ്ടുകൊടുക്കാൻ പഠിപ്പിച്ചു, അങ്ങനെയൊക്കെ. അപ്പൊ ഈ കഴിഞ്ഞ് പ്രസംഗിച്ചാണ് റോഡിന്റെ ഇപ്പുറത്ത് വന്നപ്പോൾ ഞാൻ ഇതെല്ലാം അവിടെ നിന്ന് കേട്ടിട്ട് ഞാൻ നമ്പറൊക്കെ വാങ്ങിച്ചു, എല്ലാ വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രസംഗം പുള്ളിക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ അല്ലേ ചേട്ടാ കാര്യം, എന്താണ് ചുമതല? ഞാൻ ഏരിയ കമ്മിറ്റി അംഗമാണ്, നിശ്ചയിച്ച പരിപാടിയാണ്, അപ്പോ ഇതൊക്കെയല്ലേ കാര്യം. അതായത് പുള്ളി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പുള്ളി അതിനകത്ത് തട്ടി. അത് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ പാടില്ല, എന്നിട്ടൊന്നുമല്ല, ഇത് ഞങ്ങളിങ്ങനെ ദശാബ്ദങ്ങളായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി എന്നോട് പറയണമെന്ന് പറഞ്ഞു. പാർട്ടി എൻ്റെ ഒരു ജീവിതോപാധിയാണ്. ഞാൻ പറഞ്ഞു
സഹോദരി ഇതിൽ നിന്ന് വിഷമിക്കരുതെന്ന മട്ടിലാ പുള്ളി. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞത് RSSന്റെ പതാക, കാവ്യ പതാക ഞങ്ങൾ പതാകയായിട്ട് അംഗീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ അവിടെ ഒരു ദേശീയ പതാകയുള്ള ഒരു പതാക വെച്ച ഭാരതത്തെ വെക്കാത്തതെന്ന് പിന്നെയുള്ള ചർച്ചകൾ നമ്മൾ കേട്ടു. 1931 നമ്മുടെ AICC ഒരു പതാക കമ്മിറ്റി, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമല്ലോ, കിട്ടുമെന്ന് ഉറപ്പാണ്. സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്തായിരിക്കണം നമ്മുടെ പതാക, എങ്ങനെയായിരിക്കണം എന്നൊരു കമ്മിറ്റി വെച്ചിരുന്നു. നമ്മുടെ അബ്ദുൽ കലാം ആസാദും ഈ ജവഹർലാൽ നെഹ്റു, ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതിൽ അംഗങ്ങളുമായിരുന്നു. ഇവരൊരു റിപ്പോർട്ട് സമർപ്പിച്ചു ഗാന്ധിജി അടക്കമുള്ളവർക്ക്. അസന്നിഗ്ധമായി പറഞ്ഞു, സ്വതന്ത്ര ഭാരതത്തിന് ഒരു പതാക ഉണ്ടാവുകയാണെങ്കിൽ അത് കാവ്യ പതാക ആയിരിക്കണം. ഇത് AICC രേഖകളിലുള്ള കാര്യമാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? സ്വാതന്ത്ര്യം കിട്ടി, പുതിയ പതാക, വീണ്ടും പതാകയെക്കുറിച്ച് ചിന്ത വന്നു. മതത്തിന്റെ പേരിൽ രാജ്യം രണ്ടായി വെട്ടിമുറിച്ച് അതിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് പോലും ഈ 31 ആ പതാക കാവ്യായിരിക്കണം എന്ന് പറഞ്ഞവർ ആർക്കും അറിയാൻ പറ്റാത്ത എന്തോ കാരണങ്ങളുടെ പേരിൽ അവരുടെ തീരുമാനം അവരെ തന്നെ അട്ടിമറിച്ചു. അതിനെപ്പറ്റി ഡിവൈഡിങ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയുന്നത് നമ്മൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട മതപ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് ഉദ്ദേശിച്ചത്. ഇനി സർവ്വതും പറയുന്നതും അധികാരവും മതവും വോട്ട് ബാങ്കും ചേർന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രവിരുദ്ധ പൊളിറ്റിക്സിന്റെ ഭാഗമായാണ്. ആരും അറിഞ്ഞുകൂടാതെയല്ല. ഇത് നമ്മൾ മാക്സിമം ചർച്ച ചെയ്യുകയും മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തിക്കുകയും വേണം. ഇവ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പ്രാപ്തരായാണ് ഇവിടെയുള്ളത്. ഞാൻ ആദ്യമായി സംസാരിക്കാൻ വേണ്ടി കൈലാസ് നാഥ്ജി സാദരം ക്ഷണിക്കുന്നു. അവര് ധനകാര്യമന്ത്രിയെ കാണാൻ പോയി. ആ സമയത്ത് മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നു KV തോമസും, ആ സമയത്ത് ഗവർണറും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രോട്ടോകോളിനെ കുറിച്ചൊക്കെ പലരും ചർച്ച ചെയ്തു. ആ സമയത്ത് പറഞ്ഞിരുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണിപ്പോ, അതായത് പുതിയ ഗവർണർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നല്ലൊരു ധാരണയിലെത്തിയിരിക്കുകയാണ്. കാരണം നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന് തെരുവിൽ തല്ലാൻ വേണ്ടി പോയ ആളുകളാണ്. അദ്ദേഹം കൊണ്ട് പണിക്കുത്തി കൂടാന്ന് പറയാനുള്ളത് തന്റെ ഉള്ള ഒരാളായതുകൊണ്ട് അവര് കീഴടങ്ങി. രാജേന്ദ്രനാഥ് അർലേക്കർ അദ്ദേഹം ഒരു മാന്യനാണ്, അതുകൊണ്ട് CPM പറഞ്ഞതൊക്കെ കേൾക്കും എന്നുള്ളതാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. ഏതായാലും കേരളത്തെ പോലെ നേരത്തെ മുജീബ് സംസാരിക്കുന്ന സമയത്ത് കേരളത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സൂചന നൽകിയിട്ടുണ്ട്. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇവിടെ മതേതരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറയണം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിന്റെ ഒരു അവതാരിക അങ്ങനെ പറഞ്ഞു, ഈ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവരേതോ നാട്ടിൽ അമേരിക്കന്നൊക്കെ വന്ന പോലെയാണ് അവർ പറഞ്ഞത്. അത് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസിന് അവർക്ക് പ്രശ്നമാവില്ലേ? എന്ത് പറയുമ്പോഴും നമ്മളൊന്ന് ബാലൻസ് ചെയ്യണം എന്ന് ചിന്ത ഉള്ള ആളുകളാണ് കേരളത്തിലെ ആളുകൾ. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തെ ജനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വരച്ച വരയിൽ നിർത്തി കേരളത്തിലെ നേതാക്കന്മാരെ ഈ സമൂഹത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തമായിട്ട് എനിക്ക് കാണാൻ കഴിയും. കാരണം ഞാൻ നമ്മൾ കുറച്ച് നാൾ മുതലേ പല ആക്ടിവിറ്റീസും ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്ത് നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല സംഘടനകളുടെയും ഒക്കെ പ്രകടനങ്ങളും ജാഥകളും സമ്മേളനങ്ങളും ഒക്കെ കാണും. ഞാൻ ഇതുവരെ നമ്മളൊരു പൊതുരംഗം നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ നോക്കി ഒരു ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ നാട്ടില് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഭാരത് മാതാ കി ജയ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ വിളിക്കുന്നത് ഞാൻ
ചിലപ്പോ കോൺഗ്രസിന്റെ സേവാദളുകാരൻ എവിടെ വിളിച്ചോ എന്ന് എനിക്ക് അങ്ങനെ ഒരു 100% പറയാൻ പറ്റില്ല. ചിലപ്പോൾ വിളിച്ച് കാണുമായിരിക്കും. പക്ഷെ ആരും ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് ഒരു ദിവസം ഞാൻ ടി വിയിൽ നോക്കുന്ന സമയത്ത് വിശ്വം ഭാരത് മാതാക്കി ജയ് എന്ന് ആവേശത്തോടു കൂടി വിളിക്കുക. സത്യത്തിൽ അത് വിളിപ്പിച്ചത് ആരാണ്? ഗോവയിൽ നിന്ന് വന്ന രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഒരു ഗവർണറാണ്. അവിടെ ശരിക്ക് ആദ്യത്തെ വിമർശനം കൊണ്ട് തന്നെ CPI എന്ന് പറയുന്ന പാർട്ടി എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. എത്ര U-turn ആണ് അവരടിക്കുന്നത്. ഇത് മുമ്പുള്ള കേരളത്തിൽ നടക്കുമായിരുന്നു. കാരണം നമുക്കെതിരെ, അതായത് ഭാരതമാതാവ് എന്തോ മോശമാണെന്ന രീതിയിൽ പറഞ്ഞൊരാൾ തികച്ചും ഒരു അനൗചിത്യം അല്ലെങ്കിൽ ഒരു താനിരിക്കുന്ന ഒരു മന്ത്രി പദവി, ആ മന്ത്രി പദവിയുടെ ആ ബഹുമാന്യതയെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഒന്ന് പ്രസ്താവിക്കുന്നത്. പറയുമ്പോ മാന്യനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, നല്ല ആളാണെന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു. കാരണം ഒരു ഗവർണർ, സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ച് സർക്കാർ തന്നെ തീരുമാനിച്ച ഒരു പരിപാടി ഒരു മന്ത്രി രാഷ്ട്രത്തോടുകൂടി അതിന് പിന്മാറണം. അതിന്റെ കാരണം എന്താണ്? ഭാരതമാതാവിന്റെ പടം വെച്ചു. പക്ഷെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറയുമ്പോൾ പറഞ്ഞു അതിൽ കാവിപ്പൊടി വെച്ചത് കൊണ്ടാണ് എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ അല്പമെങ്കിലും ഒരു തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിൽ നടത്തിയ പരിപാടിയിൽ ഒരു ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് ഭാരത് മാതാവിന്റെ പടം വെക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരി എന്ന് നമുക്ക് തോന്നും. അപ്പം അദ്ദേഹം സത്യത്തിൽ ഈ ഇന്ത്യയുടെ പാരമ്പര്യത്തോടും സംസ്കാരത്തോടും പൈതൃകത്തോടും ഒക്കെ ഉള്ളൊരു വിരോധമാണ് അല്ലെങ്കിൽ എതിർപ്പാണ് എന്നുള്ളതിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്, അല്ല അവരുടെ നയം അതാണ്, അവരുടെ കാഴ്ചപ്പാട് അതാണ് നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ അടുത്ത ദിവസം ഭാരത് മാതാക്കി ജയ് വിളിച്ചതെന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. അതും ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി. ആ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ CPM-നെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ വലിയ ശക്തിയുള്ള പാർട്ടിയാണ്. പക്ഷെ CPI എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പിന്നെ അത്യാവശ്യം സ്ഥലത്തൊക്കെ കാണുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ എന്റെ ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടി ജനൈകം പത്രം എന്റെ കയ്യിൽ കൊണ്ടുവരായിരുന്നു. ആദ്യം മുതലേ നമുക്ക് CPI-യെ കുറിച്ച് അറിയാം. പക്ഷെ CPI-യെ കുറിച്ചുള്ള ധാരണ എന്ന് പറഞ്ഞാൽ അവർ വളരെ മാന്യന്മാരായ ആളുകളാണെന്നുള്ളതാണ്. കാരണം CPM-നെ പോലെ അവര് വെട്ടാൻ പോകുന്നില്ല, കുത്താൻ പോകുന്നില്ല. CPI വളരെ നല്ല ആളാണ്, അച്യുതമേനോൻ വളരെ നല്ല ആളാണെന്നുള്ളൊരു ധാരണയാണ് പൊതുവെ ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ കാരണം ആ പാർട്ടി എന്ന് പറയുന്നത് ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾ ഏതെങ്കിലും CPI-കാരനെ കണ്ടിട്ടുണ്ടോ? പുതുതായിട്ട് CPI-യിലേക്ക് വന്ന ഏത് CPI നേതാവിനെ എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിന്റെ അച്ഛൻ CPI. അപ്പൊ അങ്ങനെയല്ലാതെ പുതിയ തലമുറയിലേക്ക് വന്ന ഒരു പാർട്ടി അല്ലാതെ പരമ്പരാഗതമായിട്ട് വന്ന പാർട്ടിക്കാരാണ്. അവർ ചെയ്തു വെച്ച ദ്രോഹം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊത്തം ദ്രോഹമാണ്. അതില് പല ചരിത്രകാരന്മാരും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പൊ നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുക. പക്ഷെ അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ മലയാളത്തിൽ പറയുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയുടെ ഘടകം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇവരുടെ നേതാവ് ലെനിൻ 1920-കളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഓരോ സ്ഥലത്തെയും തദ്ദേശീയമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ, ദേശീയവാദികളുടെ പോരാട്ടത്തിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് അവര് ഞങ്ങള് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ സമരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പകരം ഞങ്ങൾ സോഷ്യലിസത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ അവർ ഇന്ത്യയിലെ ജനാധിപത്യ പോരാട്ടത്തെ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോലെ ഈ വിഷയം കൊണ്ടുവരുന്നതിന്റെ പിറകിലുള്ള ആളുകളുടെ മനോഭാവത്തെ കുറിച്ച് പറയാനുണ്ട്. കാരണം ആ പാർട്ടി രൂപീകരിച്ചതിന്റെ താഷ്കണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സ്വതന്ത്രമായി ഞങ്ങളുടെ മതചിന്താഗതി ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് പോയ ആളുകളെ താഷ്കണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ രൂപീകരിച്ചത്. അപ്പൊ അത് ഒരിക്കലും അതൊരു ഇന്ത്യൻ ആയിരുന്നില്ല. കാരണം അവരെ എല്ലാ കാലത്തും വൈദേശികമായ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. അതേസമയത്ത് ലോകത്തിലെ അനേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചതൊക്കെ അതാത് രാജ്യത്തെ താല്പര്യത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു.
അത് സോവിയറ്റ് യൂണിയൻ ആയാലും ചൈന ആയാലും ഒക്കെ തന്നെ അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. പക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത് അവര് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരുടെ താല്പര്യത്തിന് വേണ്ടി കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത്. അവര് പറയുന്നത് വർഗ സമരം എന്നാണ് അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് അവർ പറഞ്ഞ വർഗ സഹകരണം വേണമെന്ന് പറഞ്ഞു. അതായത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിട്ട് നമ്മൾ വർഗ സഹകരണം നടത്തണമെന്ന് പറഞ്ഞത് 1942. കാരണം സോവിയറ്റ് യൂണിയനെ ഹിറ്റ്ലർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു? അവർ ബ്രിട്ടീഷ് ചേരിയിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ബ്രിട്ടീഷുകാരുടെ എല്ലാ പൈസയൊക്കെ വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുകയാണ്, വിട്ടുകൊടുക്കുകയാണ് കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. അവർ പിളരുന്നത് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 അവർ പിളരുന്നത് തന്നെ നമ്മൾ ചൈനയുടെ കൂടെ നിൽക്കണോ സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കണോ എന്നുള്ളൊരു കാര്യത്തിന്റെ മുകളിലാണ് അവർ പിളരുന്നത്. ഇതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഒരു പാരമ്പര്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നമ്മൾ അതിലപ്പുറം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ തുടക്കം മുതൽ തന്നെ ചിന്താധാര നമ്മുടെ ദേശീയതയ്ക്ക് എതിരായിരുന്നു. ദേശീയതയ്ക്ക് എതിരായ കുറെ ആളുകളുണ്ട്. ഇപ്പൊ മതപരമായിട്ട് പിന്നെ ഞങ്ങൾ ലോകത്തെ എല്ലാം മൊത്തം കാണുമ്പോൾ ഈ ദേശീയത എന്ന് പറയുന്നത് സന്തുലിതമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള മതവാദികളുണ്ട്. ആ മതവാദികൾ പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ ആ മതക്കാരൊക്കെ ആ രാജ്യത്തോട് സ്നേഹമുള്ള സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ഈ മതക്കാർ മറ്റു രാജ്യത്തോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും. അതേപോലെ തന്നെയാണ് രാഷ്ട്രീയവും. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ മറ്റു രാജ്യത്തോട് വിധേയത്വം പ്രകടിപ്പിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിന്റെ കൂടെ നിൽക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയൊരു അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് എടുത്ത ഒരു സമൂഹമാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെ സ്വാധീനമാണ് സത്യത്തിൽ കേരളത്തിൽ ഇങ്ങനെയൊരു ചിന്താഗതി വളർന്നു വരാൻ കാരണം. ഇപ്പം നേരത്തെ നമ്മൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചും അതേപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് നടന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും ഭാഗമായിട്ട് നമ്മളെ ഭാരത മാതാവിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. 1905 അബനീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായിട്ട് ഭാരത മാതാവിനെ വരച്ചത് എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനു മുമ്പ് 1898 രാജാ രവിവർമ്മ ഭാരത മാതാവിനെ വരച്ചത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത ആരും കൊണ്ടുവന്നതല്ല. കാരണം ഒരു രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യം ആവുന്നതാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്ത് അനേകം ഭാഷകൾ ഉണ്ടാവും, അനേകം മതങ്ങൾ ഉണ്ടാവും, അനേകം ഭൂപ്രദേശങ്ങൾ ഉണ്ടാവും, പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും, പല ചിന്താഗതിക്കാരുണ്ടാവും. പക്ഷെ അവരെ ഒരുമിച്ച് നിർത്തുന്നത് ഒരു സാംസ്കാരികമായ ഏകതയാണ്. ആ സാംസ്കാരികമായ ഏകതയെ പ്രതിനിധീകരിക്കുന്നതാണ് അതിന്റെ ചില സിംബലുകൾ. അങ്ങനെയുള്ള സിംബലാണ് ഭാരത മാതാവ് എന്ന് പറയുന്നത്. ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കാരണം 1898 അന്ന് നമ്മളോട് പ്രസാദൊക്കെ പറഞ്ഞ RSSന്റെ കാവിക്കൊടി എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ RSSന്റെ ഭാരത മാതാവ് എന്ന് പറഞ്ഞു. RSS രൂപീകരിച്ച ഡോക്ടർ എഡ്കേവാറിന് 10 വയസ്സൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ രാജാ രവിവർമ്മ ഭാരത മാതാവിന് ചിത്രം വരയ്ക്കുന്നത്. അപ്പൊ RSSകാരനല്ല ഭാരത മാതാവിനെ ഉണ്ടാക്കിയത്. ഭാരത് മാതാ സൊസൈറ്റി പഞ്ചാബിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരുപാട് ധീര ദേശാഭിമാനികൾ ഭാരത മാതാവിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. കാരണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കുറെ കാര്യങ്ങൾ വേണം. അങ്ങനെ നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ്. ഇന്നത്തെ വേണമെങ്കിൽ പിതൃഭൂമി എന്ന് പറയാം, അല്ലെങ്കിൽ മാതൃഭൂമി എന്ന് പറയാം. ആ കൺസെപ്റ്റ് പോലും നമ്മൾ മറന്നു പോവാം. മാതൃഭൂമി ചാനലിലെ ആളാണ് ഒരു മാതൃഭൂമി എന്ന് പറയുമ്പോൾ ഒരു പത്രമല്ല. ആ പത്രത്തിൽ എങ്ങനെയാണ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയെ മാതാവായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേരൊരു പത്രത്തിൽ ഇടണമെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടല്ലേ 100 വർഷം തികയുന്ന പത്രത്തിന് മാതൃഭൂമി എന്ന് പേരുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ആളുകൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചത്. അങ്ങനെ ഒരു പാരമ്പര്യത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ്. കാരണം വൈവിധ്യങ്ങളാകുന്ന ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ചില ഏകതയുടെ ചില രൂപങ്ങളാണ് ഈ ഭാരത മാതാവ് എന്ന് പറയുന്നത്. ആ ഒരു ഭാരത മാതാവിന് വേണ്ടിയാണ് ആളുകൾ മുഴുവൻ പടവെട്ടിയത്, പോരാടിയത്, തങ്ങളുടെ
ജാതീയവും മതപരവും സാമ്പത്തികവും അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥിതിയും തമ്മിലുള്ള അങ്ങനെയുള്ള എല്ലാ വൈജാത്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അതീതമായി ഭാരത മാതാവ് എന്ന് പറയുന്ന ഒരു പ്രതീകമായിരുന്നു നമ്മുടെ നാട്ടിനെ മുന്നോട്ട് നയിച്ചത്. അപ്പൊ അതിന് അങ്ങനെ ഒരു സങ്കല്പം ഇല്ല എന്ന് പറയുന്നത് തന്നെ, ആ സങ്കല്പമില്ല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാടിനെ പുറകോട്ട് നയിക്കാനുള്ള ശക്തികളും താല്പര്യമാണ്. അതൊരു അന്തർദേശീയമായ ഒരു ഗൂഢാലോചനയാണ്. അങ്ങനെ ഒരു മൂവ്മെന്റ് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലും നമ്മുടെ മാധ്യമ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഒരുപാട് ആളുകൾ അങ്ങനെ ഇതൊരു 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന സമയത്തോ അല്ലെങ്കിൽ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തോ മാത്രമാണ് ഉണ്ടായ ഒരു രാജ്യമാണ് നമ്മളത് എന്നാണ് പലരും പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ആളുകളെ വളർത്തിയെടുക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു. നമ്മുടേതെന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സംസാരിച്ചു വരണം, നാഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മറ്റ് പല സ്ഥലത്തും നാഷൻ എന്ന് പറയുന്നത് അതൊരു ഭൂമിശാസ്ത്രപരമായ ഒരു കാര്യമാണ്. നമ്മളത് അങ്ങനെ ഒരു ഭൂമിശാസ്ത്രപരമല്ല നമ്മുടെ നാഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാഷൻ എന്ന് പറയുന്നത് സാംസ്കാരികമായ നാഷനാണ്. അതുകൊണ്ടാണ് അഖണ്ഡ ഭാരതം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതൊരു ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 50 നമ്മൾ ഭരണഘടന, ആ ഭരണഘടന നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് പഴയ ഭാരതം ഇല്ലാതാവുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ നൂറ്റാണ്ടുകളായിട്ട് നിലനിർത്തിയത് എന്താണ്? ഇപ്പൊ നേരത്തെ ഇവിടെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റോ മാപ്പ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന 6ഓ 7ഓ ലോക നിലവിലുള്ള ഉണ്ടായിരുന്ന സംസ്കാരങ്ങളിൽ ഭാരതത്തിന്റെ സംസ്കാരം മാത്രമേ ഇന്ന് നിലനിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഏറ്റവും പൈതൃകമായ ഒരു നമ്മുടെ ഒരു കൾച്ചർ, ആ കൾച്ചറിനെ രാഷ്ട്രീയമായിട്ട് പ്രതിനിധീകരിക്കാനാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തത്? ഭാരത മാതാവ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അതിനെ നമ്മൾ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃകത്തെ നിരാകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനെ നിഷേധിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ട കാര്യമില്ല. അതിനെ നിഷേധിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു രാജേന്ദ്ര അർലേക്കർ ചെറുതായിട്ടൊന്ന് പ്രതികരിക്കുന്ന സമയത്ത് അടുത്ത ദിവസം ഞാൻ കരുതിയത്, സത്യമായിട്ടും ഞാൻ കരുതിയത് ബിനോയ് വിശ്വം ഭാരത് മാതാ കി ജയ് വിളിച്ച് കൊടി പതാക ഞാൻ ഒരിക്കലും കരുതില്ല. ഞാൻ കരുതിയത് അവർക്ക് കുറച്ച് ഭ്രാന്തൊക്കെ ഉണ്ടാവില്ല, ആ ഭ്രാന്തൊക്കെ വഴി അവർ ഇത് തന്നെ പറയുമായിരിക്കും. RSS ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുകയാണ്, മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ചു, ഇനി ഇവിടെയും പ്രശ്നമുണ്ടാക്കാൻ എന്നൊക്കെയാ പറയുന്ന കാര്യം. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അവരും ഭാരത് മാതാ കി ജയ് വിളിച്ചു. ഇനി ആകെ ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് കാവി, അതായത് ഭാരത മാതാവിന്റെ കയ്യിലുള്ള കൊടി മാറ്റിയിട്ട്, ആ കാവിക്കൊടി മാറ്റിയിട്ട് വർണ്ണപതാകാക്കിയാൽ പ്രശ്നമില്ലാതെ പറയുന്നത്. പക്ഷെ ഇതിനു മുമ്പുള്ള ഭാരത മാതാവ് 4 കൈകളുള്ള ഭാരത മാതാവായിരുന്നു. അതായത് ഭക്ഷണം ഒരു കയ്യിൽ, നെല്ല്, പിന്നെ ഒരു കയ്യിൽ തുളസി, ഭക്തിയുടേത്, വിദ്യാഭ്യാസത്തിന്റെ പുസ്തകം, അങ്ങനെ വിവിധമായ ദർശനങ്ങൾ അല്ലെങ്കിൽ വിവിധമായ വീക്ഷണങ്ങളിലൂടെയുള്ള ഭാരത മാതാവായിരുന്നു പറയുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി വേണമെങ്കിൽ എന്നെ റിലീജിയസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മതത്തെ നമ്മൾ അങ്ങനെ ഒരു ആ രീതിയിൽ കാണേണ്ട കാര്യമില്ല സത്യത്തിൽ. അതായത് ക്രിസ്ത്യാനി ഒരു മതപരമായിട്ട് ഒരു എന്താ പറയാ വൈയക്തികമായ ആരാധനാ രീതി മറ്റെന്ത് തന്നെ വിശ്വസിച്ചാലും ഭാരത മാതാവ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ ഭരണഘടനാ അസംബ്ലിയിലൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ അനുകൂലിച്ചതാണ്. പക്ഷെ നമുക്കൊരു അവിയൽ രാഷ്ട്രം വേണമെന്നുള്ളതാണ് പലരുടെയും കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നമ്മുടെ ദേശീയ പതാകയ്ക്ക് തന്നെ പല കളർ വന്നു എന്ന് ഇവിടെ പറഞ്ഞു. ദേശീയ പതാക കാവ്യ നിറം വേണ്ടിയിരുന്നു പറഞ്ഞു. പട്ടവർഗം എന്ത് തന്നെയായാലും കുഴപ്പമില്ല. പക്ഷെ ഇന്ന് കാവ്യോട് നമുക്ക് അങ്ങനെ ഒരു നിരാസത്തിന്റെ ആവശ്യം ഇല്ല. അത് അങ്ങനെ ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അവർക്ക് പിന്തിരിഞ്ഞ് പോവേണ്ടി വരും എന്നുള്ളത് അതാണ് നമ്മുടെ ചരിത്രത്തിലൂടെ കാണുന്നത്. അപ്പൊ സത്യത്തിൽ നമുക്ക് ഈ ഒരു വിഷയം നേരത്തെ സുവർണ വസ്ത്രം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നല്ലൊരു ആളുകൾ കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. കാരണം വിരോധിഷത്തെ പോലത്തെ ഒരു കഥകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യം അതിന്റെ ഉള്ളിലുണ്ട്. അത് എത്ര തവണ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് തകർക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ആത്മീയമായ ഒരു സാംസ്കാരികമായ ഒരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിന് പ്രതീകമാണ് ഭാരത മാതാവ്. ആ ഭാരത മാതാവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞല്ല, അതിന്റെ 10-11 വർഷമായിട്ട് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ തൂക്കുപാലമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇപ്പം ഇന്ന് ഒരു
വടക്കേ ഇന്ത്യയിലെ ഒരു മാഗസീനിൽ വന്ന ഒരു കഥയാണ്. അതായത് പഹൽഗാമില് നമ്മൾ പലരും വിവാഹം കഴിഞ്ഞ് മധുവിധി ആഘോഷിക്കാൻ പോയ ആളുകളാണ്, അവരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം അവിടെ പൂർണ്ണമായിട്ടും അത് താഴേക്ക് വന്നിരിക്കുകയായിരുന്നു അവരുടെ ടൂറിസം. അപ്പൊ വീണ്ടും ഒരാൾ പറഞ്ഞു, മോഡി ഈ ഫ്ലാഗ് ഉയർത്തിയതോടുകൂടി വണ്ടിക്ക് വന്ദേ ഭാരതിന് വേണ്ടിയുള്ള ഫ്ലാഗ് ഉയർത്തിയതോടുകൂടി ഞങ്ങൾ ധൈര്യം വീണ്ടും പഹൽഗാമിലേക്ക് മധുവിധി ആഘോഷിക്കാൻ പോകുന്ന ആളുകളുടെ കഥയാണ് ഇന്നത്തെ പത്രത്തിൽ ചില ഇംഗ്ലീഷ് മാഗസിനിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും ഒരു മാറ്റം രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഭാരതമാതാവിനെ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.